പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിൻ്റെ നിവാസത്തിൻ്റെ നവീകരണത്തിൻ്റെ പെരുന്നാളായ പെന്തക്കോസ്തി പെരുന്നാളാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം 50 നാൾ കഴിഞ്ഞു വരുന്ന ദിനമാകയാൽ 50-ാമത്തെ ദിനം എന്ന അർത്ഥത്തിൽ പെന്തക്കോസ്തി എന്ന് വിളിക്കുന്നു. കാത്തിരിപ്പിൻ്റെ ദിനങ്ങൾ. പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് സാക്ഷികളായിരുന്ന ശിഷ്യരോട് കർത്താവ് പറയുന്ന 2-3 കാര്യങ്ങൾ ഉണ്ട്. അവർ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവരോട്, നിങ്ങൾ യെരുശലേമിലേക്ക് മടങ്ങിപ്പോകണം. യു ഷുഡ് ഗോ ബാക്ക് ടു ജെറൂസലേം. Jerusalem is the city where the temple of the Lord is situated. ദൈവത്തിൻ്റെ ആലയമുള്ള നിവാസ സ്ഥലമാണ് യെരുശലേം നഗരം. നിങ്ങൾ അവിടേക്ക് മടങ്ങിപ്പോകണം. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യമുള്ള ഇടത്തേക്ക് എന്ന് വ്യംഗ്യമായ അർത്ഥം. അതാണ് സൂചന. ഇതൊരു മടങ്ങിപ്പോക്കിനുള്ള കാത്തിരിപ്പിൻ്റെ ദിനം, പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുന്ന ദിനം ഒരു മടങ്ങിപ്പോക്ക് കൂടെയാണ്. ഗോയിങ് ബാക്ക് ടു ദ പ്രസൻസ് ഓഫ് ദ ലോഡ്, ഗോയിങ് ബാക്ക് ടു ദി അബോർഡ് ഓഫ് ദ ലോഡ്, ദ ടെമ്പിൾ ഓഫ് ദ ലോഡ്. ദൈവത്തിൻ്റെ നിവാസസ്ഥലത്തേക്ക് മടങ്ങിപ്പോകണം എന്നാണ്. അവിടെ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. യു ഷുഡ് ബി പ്രിപ്പയർഡ്. പ്രിപ്പയർ യുവർ സെൽഫ്. നിങ്ങൾ സ്വയം ഒരുങ്ങണം. എന്തിനു വേണ്ടി ഒരുങ്ങണം? ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവോളം നിങ്ങൾ ഒരുങ്ങിയിരിക്കണം, കാത്തിരിക്കണം എന്ന് പറയുകയാണ്. മടങ്ങിപ്പോകണം. യു ഷുഡ് return to the presence of the Lord. രണ്ടാമത്തേത്, you should wait. Prepare yourself and wait for the Holy Spirit എന്നാണ് പറയുന്നത്. കാത്തിരിക്കാതെ സമാഗമമില്ലല്ലോ. അകലെ പോയിരിക്കുന്നവർ, അകന്ന് പോയിരിക്കുന്നവർ തിരിച്ചു വന്ന് സമാഗമം പൂർണ്ണമാകണമെങ്കിൽ അവർ കാത്തിരിക്കേണ്ടതുണ്ട്, അവർ ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട്. അകലെ പോയിരിക്കുന്ന വേണ്ടപ്പെട്ടവരുടെ വരവിനായി ഒരുങ്ങുമ്പോൾ മറ്റെല്ലാം മറന്നു പോകുന്നുണ്ടല്ലോ. ഐഹികമായ താല്പര്യങ്ങൾ വിട്ടുപോകുന്നുണ്ടല്ലോ. മകൻ്റെയോ ജീവിത പങ്കാളിയുടെയോ വേണ്ടപ്പെട്ടവരുടെയോ സമാഗമനത്തിനായി കാത്തിരിക്കുമ്പോൾ ഒന്നേ ഉള്ളൂ മനസ്സിൽ ആഴമായി തൊട്ടിരിക്കുന്നത്, ചേർത്തു വയ്ക്കുന്നത് ആ ആളുമായുള്ള സമാഗമമാണ്. അവിടെയാണ് ഒരുക്കം, കാത്തിരിപ്പ് പൂർണ്ണമാവുക. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നിവാസത്തിനായി, പരിശുദ്ധാത്മാവിൻ്റെ വരവിനായി, പരിശുദ്ധാത്മാവേ വരണമേ, എന്നിൽ വസിക്കണമേ, എൻ്റെ ജീവിതത്തെ പുതുക്കണമേ എന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മൂന്നാമത് അവിടെ രേഖപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ യെരുശലേമിലേക്ക് പോയി അവർ ഒരുമയോടെ കാത്തിരുന്നു എന്നാണ്. നമ്മൾ ദൈവസാന്നിധിയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ, ദൈവസാന്നിധ്യത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിവാസത്തിനായി കാത്തിരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് മനസ്സുകളുടെ ഐക്യമാണ്, ഹൃദയങ്ങളുടെ പൊരുത്തവും ഹൃദയങ്ങളുടെ ഇഴയടുപ്പമുള്ള ബന്ധവുമാണ്. കുടുംബത്തിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ, ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന ഇടങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ
അവിടെയെല്ലാം നമ്മൾ ദൈവത്തിങ്കലേക്ക് മടങ്ങിപ്പോയി പരിശുദ്ധാത്മാവിൻ്റെ നിവാസത്തിനായി ഹൃദയപൂർവമായി ഒരുങ്ങി കാത്തിരിക്കുമ്പോൾ അവിടെ ദൈവം ഇടപെടുകയായി, ഹൃദയങ്ങളെ അവൻ ഒരുക്കുകയായി, അവൻ ഐക്യപ്പെടുത്തുകയായി. എവിടെയാണോ ദൈവത്തിങ്കിലേക്ക് തിരികെ പോകുന്നതിനുള്ള പരിശ്രമമുണ്ടാവുന്നത്, എവിടെയാണോ ആ പരിശ്രമത്തോട് ചേർന്ന് ഉത്കടമായ ആഗ്രഹത്തോടും അഭിവാഞ്ചയോടും കൂടെ പരിശുദ്ധാത്മാവെ വരണമേ, എന്നിൽ ഞങ്ങളിൽ വസിക്കണമേ എന്ന പ്രാർത്ഥനയുണ്ടാവുന്നത്, അറിയാതെ അവരുടെ ഹൃദയങ്ങൾ വളരെയധികം ആഴമായ ഒരുമയിലേക്ക് ബന്ധപ്പെടുകയും ഒരുമയിലേക്ക് വരികയായി എന്നുള്ളത് നാം പ്രത്യേകമായി തിരിച്ചറിയണം. ഇതിൻ്റെ ഫലമായി ഉണ്ടാവുന്നത് എന്താണ്? സ്വർഗത്തിൽ നിന്ന് ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചു. അഗ്നിജ്വാല പോലെ അവരുടെ മേൽ നിവസിച്ചു. പല ദേശങ്ങളിലും ഭാഷകളിൽ നിന്നും വന്നവരായി ലോകത്തെമ്പാടുമുള്ള മാനവജാതിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ചെറിയ സംഘം മാളികയിൽ കൂടിയിരിക്കുമ്പോൾ ശിഷ്യന്മാർ ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല ഭാഷകളിൽ വന്നുകൂടിയിരിക്കുന്ന ആളുകൾ ആ ഭാഷയുടെ അന്തരങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങൾ യോജിച്ച് ഭാഷാതീതമായ വൈവിധ്യങ്ങൾക്ക് അതീതമായ ഏകതയിലേക്കും ഒരുമയിലേക്കും അവരുടെ ഹൃദയങ്ങൾ വന്ന് അവർ സംസാരിച്ച് യഹൂദർ സംസാരിച്ച ആ വൻ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന കാര്യങ്ങൾ അവരവരുടെ ഭാഷകളിൽ അവർക്ക് മനസ്സിലായി. അപ്പൻ പറയുന്നത്, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭർത്താവ് ഭാര്യയോട്, നിങ്ങൾ പറയുന്നത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഭാര്യ ഭർത്താവിനോട്, മമ്മി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞുങ്ങൾ പ്രതികരിക്കുകയാണ്. ഭാഷയുടെ അന്തരം കൊണ്ടാണോ? ഭാഷ ഒന്നു തന്നെയല്ലേ? ഭാഷ ഒന്നായിരുന്നിട്ടും എന്തുകൊണ്ട് ഭാര്യ പറയുന്നത് ഭർത്താവിനോ, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല? അമ്മ പറയുന്നത് കുഞ്ഞുങ്ങൾക്കും, കുഞ്ഞുങ്ങൾ പറയുന്നത് മാതാപിതാക്കൾക്കും എന്തുകൊണ്ട് തിരിച്ചറിയാനാവുന്നില്ല? ഹൃദയങ്ങളുടെ ഒരുമയും ആഴമായ ദൃഢതരമായ ബന്ധവും എവിടെയോ കൈമോശം വന്നുപോയി എന്നതുകൊണ്ടല്ലേ? മാളികയിൽ കൂടിയിരുന്നവർ അവരുടെ ഹൃദയങ്ങളൊന്നായപ്പോൾ ഭാഷകൾ പലതായിരുന്നെങ്കിലും അവർക്ക് അവരവരുടെ ഭാഷകളിൽ ഈ ശിഷ്യരായ എബ്രായ ഭാഷയോ അറമായ ഭാഷയോ മാത്രമറിയാവുന്ന ആ ചെറുസംഘം സംസാരിച്ചത് അവർക്ക് അവരവരുടെ ഭാഷകളിൽ മനസ്സിലായി. ഭാഷകളുടെ വൈവിധ്യങ്ങളല്ല, ഹൃദയത്തിൻ്റെ അടുപ്പവും ഹൃദയത്തിൻ്റെ ആഴമായ ബന്ധവും പരിശുദ്ധാത്മകൃപയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു നിന്നുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നത് വഴിയായി അവിടെ ഹൃദയങ്ങളെ ദൈവം കൂട്ടിച്ചേർക്കുന്നു, ഒരുമയുണ്ടാവുന്നു. ആ ഒരുമയുണ്ടാവുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാനും വഴിയൊരുക്കുകയായി ദൈവം ഇടപെടുകയായി. പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ let us return to the temple of God where God abides. ദൈവത്തിൻ്റെ തിരുസാന്നിധ്യമായ ആ ഇടത്തേക്ക്, പരിശുദ്ധ ഇടത്തേക്ക് നമുക്ക് മടങ്ങിപ്പോവാം. നമ്മുടെ ഹൃദയങ്ങളെ അവിടേക്ക് നമുക്ക് തിരിച്ചുവിടാം. നമ്മളുടെ ചലനങ്ങളെ അവിടേക്ക് ദിശാബോധത്തിൽ ഒരുക്കാം. അവിടെ നമുക്ക് പരിശുദ്ധാത്മാവേ വരണമേ എന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. അവിടെ മനസ്സുകൾ ഐക്യപ്പെടുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചു വൻ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. അത് നമുക്ക് തിരിഞ്ഞു വരും.
ദൈവം അത്ഭുത കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യും. അത് കണ്ടറിയുവാനും കേട്ടറിയുവാനും നമുക്ക് കഴിയും. ഒരിക്കലും മാനസാന്തരപ്പെടില്ല എന്ന് വിധി കൽപ്പിച്ചവർ, ദുശ്ശീലങ്ങൾക്ക് അടിമയായി ബന്ധനത്തിലായിരിക്കുന്നവർ ഈ ബന്ധനം വിട്ടുപോവില്ല എന്ന് വിധി കൽപ്പിച്ച വ്യക്തികൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നതും ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം അവരിലൂടെ കാണുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നതും ഈ കാത്തിരിപ്പിലും ഈ മടങ്ങിപ്പോക്കിലും കാത്തിരുന്ന് ഒരുങ്ങി ഒരുമയോടെ പ്രാർത്ഥിക്കുന്നതിൻ്റെയും ഫലമായിട്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിവാസം ഉണ്ടായിട്ടാണ് അങ്ങനെ സംഭവിക്കുക എന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവേ, എൻ പ്രാർത്ഥനയാൽ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നു പുതുക്കണമേ. കർത്താവേ, എൻ പ്രാർത്ഥനയാൽ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നു പുതുക്കണമേ. മടങ്ങിപ്പോവാം, ഒരുക്കത്തോടെ കാത്തിരിക്കാം. നമ്മളുടെ ഹൃദയങ്ങളെ ദൈവം ഒരുമിപ്പിക്കും. പരിശുദ്ധാത്മാവിനെ അയച്ച് അവൻ്റെ അത്ഭുത കാര്യങ്ങളെ തിരിച്ചറിയുവാൻ നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കും. ദൈവം ഇന്നും നമ്മളുടെ ജീവിതത്തിൽ ഇടപെട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. ഏകനായ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് സങ്കീർത്തനക്കാരൻ ചൊല്ലുന്ന പ്രകാരം ദൈവതിരുസന്നിധിയിൽ പുകഴുവാൻ അവൻ സംഗതിയാക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിവാസത്തിനായി തുടർന്നും നമുക്ക് കാത്തിരിക്കാം. പെന്തക്കോസ്ത് പെരുന്നാൾ അനുഗ്രഹമാവുവാൻ ദൈവത്തോട് അപേക്ഷിക്കാം. കർത്താവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ നിവാസം നാം ഏവരിലും ഉണ്ടായിരിക്കുമാറാകട്ടെ.